വാ ഇങ്ങോട്ട്. വിട്. വിടാൻ. ശ്ശോ, വിട്. വാ. മതി നിർത്ത. വിട്. എന്താ ഇത്? ഈ നട്ടപ്പാതിരാക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ല ഇയാള്. വാ. നോക്കൂ പ്രിയേ. പ്രിയയോ? അതാരായി പ്രിയ? രസം കളഞ്ഞു. പ്രിയപ്പെട്ടവളെ എന്ന് ഉദ്ദേശിച്ച് വിളിച്ചതല്ലേ ഞാൻ. പ്രിയപ്പെട്ടവളുടെ ഷോർട്ട് ഫോം പ്രിയ. മനസ്സിലായോ? ഓ അങ്ങനെ. നാടക ഡയലോഗ്. നാടകമെങ്കിൽ നാടകം തന്നെ. നോക്കൂ പ്രിയേ, നീലാകാശത്ത് പൂനില ഉദിച്ചു നിൽക്കുന്നത് നീ കാണുന്നില്ലേ? സോറി പ്രിയ, ഈ ഉള്ളവളുടെ കണ്ണിനകത്ത് ഉറക്കം പൂത്തു നിൽക്കുന്നത് നീയും കാണുന്നില്ലേ? എന്നെ തിരിച്ചുപോയി ഉറങ്ങാൻ അനുവദിക്കൂ പ്ലീസ്. ഒരനുവാദവും അനുവദിക്കില്ല. ഈ വീട്ടിലെ 2 മുറികളിൽ 2 നവദമ്പതികൾ അവരവരുടെ ആദിരാത്രികൾ മതിമറന്ന് ആസ്വദിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു വാലും തുമ്പെങ്കിലും ആഘോഷമല്ലേ പറ്റൂ. വരൂ പ്രിയേ, നിന്റെ ഈ കരിങ്കോള കണ്ണുകൾ എനിക്ക് തരൂ. തക്കാളി ചുണ്ടുകൾ എനിക്ക് തരൂ. പിന്നെ വേണ്ട, അതിപ്പോ വേണ്ട. തൽക്കാലം കരിങ്കോള കണ്ണുകളും തക്കാളി ചുണ്ടുകളും തന്നാ മതി. അത് തന്നെ അനുഗ്രഹിക്കൂ പ്രിയമാനവളെ. തരമാട്ടൻ പ്രിയമാനവനെ. உங்களுக்கு நான் ஒண்ணுமே தரமாட்டேன். അയ്യോ എന്റെ ദൈവമേ. അയ്യോ എന്റെ പ്രിയതമേ, എന്നെ വിട്ട് പോവല്ലേ. കരിങ്കോളം നിന്റെ അകത്ത് അവിടെ തക്കാളിച്ചുണ്ട് കാണിക്ക് തരണവനെ. അപ്പോ സ്വപ്നമായിരുന്നു ഇത്. ഹലോ. ഹലോ, വേണുഗോപാല. എനിക്ക് അഞ്ജലിയോട് അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അഞ്ജലി ഒന്ന് വീടിന് പുറത്തേക്ക് വരാമോ? അയ്യോ, ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലല്ല, മറ്റൊരിടത്താ. അറിഞ്ഞു. ഞാനവിടെ പോയപ്പോൾ തുളസിയെ കണ്ടിരുന്നു. സീതമ്മയോടൊപ്പം അഞ്ജലിയും അനുജത്തിമാരും പ്രസാദിന്റെ അവിടെ വീട് മാറിപ്പോയ കാര്യം അവൾ പറഞ്ഞറിഞ്ഞു. പുതിയ സ്ഥലവും ഞാൻ ചോദിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ ഈ വീടിന് പുറത്തു നിൽക്കുക. അഞ്ജലി ഒന്ന് പുറത്തു വരണം. എനിക്ക് നേരിട്ട് സംസാരിച്ചാലേ പോകാൻ പറ്റൂ. അല്ല, അത് പിന്നെ ഹലോ.
അയ്യോ ഇതെന്തു പറ്റി കാലിന്? അത് ചെറിയൊരു വെടികൊണ്ടതാ. ജീവനാപത്തൊന്നുമില്ല. അല്ല, രാധ എന്താ ഈ രൂപത്തിലും ഭാവത്തിലും? എന്റെ വിവാഹം കഴിഞ്ഞു വേണുവേട്ടാ. എന്റെ മാത്രമല്ല, ദർശനയുടെ, ഞങ്ങളുടെ ഭർത്താവിന്റെ വീടാണിത്. എന്റെ ഭർത്താവിന്റെ അനിയന ദർശനയുടെ ഭർത്താവ്. വിചാരിച്ചിരിക്കാതെ ചില നാടകീയ സംഭവങ്ങൾ നടന്നു ജീവിതത്തിൽ. എന്ത് നാടകീയതയായാലും ഇത് നന്നായി എന്ന് ഞാൻ പറയും. സത്യം പറഞ്ഞ രാധയെ ഈ വേഷത്തെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. ഈ ആപത്ത് കാലത്ത് കൂടെ ഒരു പങ്കാളി അത്യാവശ്യമായിരുന്നു. അല്ല, അപ്പൊ ഇനി പഴയ വീട്ടിലേക്ക് മടങ്ങുന്നില്ലേ നിങ്ങള്? മടങ്ങണം. എപ്പോഴാണെന്നൊന്നും തീരുമാനിച്ചില്ല. ഓ, സൗഭാഗ്യം മാത്രമായിട്ട് അവിടെ നിർത്താനാവില്ലല്ലോ. അതാ തൽക്കാലം എല്ലാരും കൂടി ഇങ്ങോട്ട് പോകുന്നത്. ആ. ഇതാരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. നേരത്തെ കണ്ടിട്ടുമില്ല. ഇപ്പോഴിടപെട്ട് അന്വേഷിക്കുന്നത് മര്യാദകേടാ. അല്പനേരം ക്ഷമിക്കാം. എന്താണെന്ന് അറിഞ്ഞല്ലേ പറ്റൂ. അല്ല, വേണുവേട്ടൻ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അതും ഈ രാത്രിയില്? രാധയ്ക്ക് ചില മുന്നറിയിപ്പുകൾ തരാനാ കാണണമെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ? കണ്ടു കണ്ടു. ഇതെങ്ങനെ പറ്റിയതെന്ന് വേണുവേട്ടൻ പറഞ്ഞില്ലല്ലോ. മേഘനാഥന്റെ സമ്മാനമാണ്. അയാൾ ആകെ ഭ്രാന്തെടുത്ത് നടക്കുക രാധേ. കേസിൽ തോറ്റതോടെ നിങ്ങളെ ഞെക്കിക്കൊല്ലാൻ നടന്നയാളിപ്പോ നക്കിക്കൊല്ലാൻ നടക്കുക. രാധ എവിടെയാണെന്ന് പറയാത്തതുകൊണ്ട് ചെയ്ത പണിയായത്. ഭാഗ്യത്തിന് ഞാൻ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടത്. അയ്യോ എന്റെ ദൈവമേ, എന്ത് കഷ്ടമാണെന്ന് നോക്ക്. ഞങ്ങൾക്ക് വേണ്ടി വേണുവേട്ടന് ഒരുപാട് സഹിക്കുന്നുണ്ട്. ഇപ്പോ ഇങ്ങനെ ആക്രമണങ്ങളും. ഞങ്ങള് വേണുവേട്ടനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വയ്യ. കടപ്പാടൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങളുടെ നിലനിൽപ്പാ. അയാളുടെ കയ്യിൽ പെടാതെ സ്വന്തം നിലനിൽപ്പ് ഉറപ്പുവരുത്തണം. അത് പറയാനാ ഞാൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. വളരെ സൂക്ഷിച്ചു തന്നെയാ വേണുവേട്ട ഞാൻ നടക്കുന്നത്. 1-2 തവണ സ്വയം അറിയാതെ അയാളുടെ മുന്നിൽ ചെന്ന് ചാടിയതാ. ദൈവഭാഗ്യം കൊണ്ട് പക്ഷെ രക്ഷപ്പെടാൻ സാധിച്ചു. ഇപ്പോ കുറച്ചുകൂടി കരുതലോടെയാ നടക്കുന്നത്. അത് വേണം രാധേ. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. പഴയ മട്ടിലുള്ളൊരു പകയല്ല ഇപ്പൊ അയാളെ കാണുന്നത്. ആളൊരൽപ്പം എക്സെൻട്രിക്കാ. അയാളുടെ ഉദ്ദേശങ്ങൾ എന്തെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഇപ്പോ. എന്തായാലും നീ വിവാഹം കഴിച്ചത് നന്നായി. ചോദിക്കാനും പറയാനൊക്കെ ആരെങ്കിലും ഉണ്ടാകുന്നത് നമ്മുടെ ബലം വർദ്ധിപ്പിക്കും, സുരക്ഷിതത്വം കൂടും. ഏതായാലും തൃപ്പങ്കോട്ട് രാധയും അനുജിത്തിമാരും സുരക്ഷിതരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് പോകാമല്ലോ അല്ലേ? അതെ വേണുവേട്ട, തീർച്ചയായിട്ടും. നേരത്തെ തന്നെ ഇവിടുത്തെ പ്രസാദേട്ടൻ വലിയ സഹായമായിരുന്നു. ഇനിയിപ്പോ ഞങ്ങളുടെ രക്ഷ പ്രസാദേന്റെ ഉത്തരവാദിത്വം ആയല്ലോ. വേണുവേട്ടന് ധൈര്യമായിട്ട് പോവാം. നന്നായി. സുഭദ്രാമ്മയുടെ കുട്ടികൾ സുരക്ഷിതരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാനപ്പോൾ പോവാം. ആവശ്യം വരുമ്പോൾ വീണ്ടും അന്വേഷിച്ചു വരും. ശരി. കാല് പ്രത്യേകം സൂക്ഷിച്ചോളേ. മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കാം. സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കണമെന്ന് ഞാനും പ്രാർത്ഥിക്കാം. ശരി. അഞ്ജലി, ഞാൻ പേടിച്ചു പോയി. അതെ, പേടിക്കണമല്ലോ. മുറി കിടന്നുറങ്ങിയ ഒരാള് പെട്ടെന്ന് മുറ്റത്ത് പ്രത്യക്ഷപ്പെട്ട ആരായാലും പേടിക്കും, സ്വാഭാവികം. അതിരിക്കട്ടെ, ഈ പാതിരാത്രിയിൽ അഞ്ജലി എന്താ മുറ്റത്തൊന്ന് ചെയ്യുന്നേ? എന്തു പറ്റി? അത് പിന്നെ അകത്തൊക്കെ നല്ല ചൂടല്ലേ. പിന്നെ പെട്ടെന്ന് പഴയ വീട് മാറിയത് ഒരു കാരണമായി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നിലാവുണ്ട്, പുറത്ത് കുറച്ച് തണുപ്പുണ്ട്. ഒന്ന് കാറ്റുകൊണ്ട് വന്ന് കിടക്കാമെന്ന് കരുതി.
പ്രസാദേട്ടനും ചൂടുകൊണ്ട് പുറത്തിറങ്ങിയതാണോ ഇവിടെ? ആ എനിക്കത്ര ചൂട് ഫീൽ ചെയ്തില്ല. എന്തോ ശബ്ദം കേട്ട് ഉണർന്നതാ. നോക്കിയപ്പോ അഞ്ജലിയെ കണ്ടില്ല. എങ്ങോട്ട് പോയെന്ന് നോക്കാൻ ഇറങ്ങിയപ്പോഴാ മുറ്റത്ത് നിൽക്കുന്ന കണ്ടേ. ആഹാ ശരി ശരി. പുറത്തെ കാറ്റ് കൊണ്ടപ്പോഴേ ചെറിയൊരു ആശ്വാസം. ഞാൻ പോയി കിടക്കട്ടെ. പ്രസാദേട്ടൻ വരുന്നില്ലേ? അഞ്ജലി പോയി കിടന്നു. ഞാൻ അല്പം കാറ്റ് കൊണ്ടിട്ട് വരാം. ആ ശരി ശരി. ആരായിരിക്കും ആ വന്ന മനുഷ്യൻ? അത് ഈ പാതിരാ നേരത്ത് വന്ന് എന്തിനായിരിക്കും? എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിൽ അത് ഈ അർദ്ധരാത്രി അന്വേഷിച്ച് വരണോ? അല്ലെങ്കിൽ തന്നെ വരേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. ഫോണിൽ പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ പിന്നെ എന്തിനായിരിക്കും ഈ സാഹസം? മാത്രമല്ല, അയാളെ കണ്ട് സംസാരിച്ച കാര്യം അഞ്ജലി എന്തിനായിരിക്കും എന്നോട് മറച്ചു വെച്ചത്? ചോദ്യങ്ങൾ ചോദ്യങ്ങൾ, ഉത്തരം പറയേണ്ടയാൾ അതിന് സാവകാശം ചോദിക്കുകയും. വ്യക്തിപരമായി പ്രസാദേട്ടൻ അറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്കുണ്ട്. പ്രസാദേട്ടനോട് അതൊക്കെ പറയാൻ ഇപ്പൊ എനിക്കാവില്ല. സോറി പ്രസാദേട്ട, എല്ലാം തുറന്നു പറയാവുന്നൊരു ദിവസം വരും എനിക്ക്. ഇന്നല്ല, പക്ഷെ അന്ന് അതെല്ലാം ആദ്യം കേൾക്കുന്നയാൾ പ്രസാദേട്ടനായിരിക്കും. സത്യങ്ങൾ ഒരു നാൾ തെളിയും, അല്ലെങ്കിൽ അഞ്ജലി തന്നെ പറയുമായിരിക്കും. തൽക്കാലം ഒന്നും അറിഞ്ഞതുപോലെ ഭാവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സൂപ്പർ. കേട്ടന്മാര് നിന്റെ ചേച്ചിമാരെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് നിന്റെ കോലം കാണാൻ പറ്റി. എന്റെ ഈ കോലത്തിന് എന്താ കുഴപ്പം? നിന്റെ ഈ കോലം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നീ വരയ്ക്കുന്ന ഈ കോലം. ഓ, നോക്കട്ടെ എനിക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റുമെന്ന്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അയ്യോ, എന്തായി കാണിക്കുന്നത്? എനിക്കങ്ങോട്ട്. ആ, എന്റെ ഹൃദയം അങ്ങനെ ഇലയായി പോയി. സത്യം പറഞ്ഞ കൊച്ചേട്ടന്റെ കല്യാണം കാരണം തെരുവാധാരമായി പോയത് ഞാന്. അതെന്തു പറ്റി? ഞാനും കൊച്ചേട്ടനും കൂടിയല്ലേ ആ മുറിയിൽ കിടന്നിരുന്നത്. ഇപ്പം ഞാൻ ഔട്ടായില്ലേ. ഓ, അങ്ങനെ. അങ്ങനെ തന്നെ. കല്യാണം കഴിക്കാത്തോണ്ടാ എനിക്ക് ഈ ദുർഗതി വന്നത്. അതുകൊണ്ടേ നമുക്ക് ഉടനെ കല്യാണം കഴിക്കണം. എന്താ, നടക്കോ? എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ വല്യേച്ചിയുടെ അനുമതി വാങ്ങണം. അതാണ് ചലഞ്ച്. എന്താ, നടക്കോ? നോക്കാം. അതെന്താ അവിടെ ഒറ്റയ്ക്കൊരു കോലം? ശരിയാണല്ലോ, ഇങ്ങനൊരു കോലം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പിന്നെ അത് അത് ഹരിച്ചേട്ടൻ ഒരു ഇല വരച്ചതാ. ഇല്ലയോ? അതെ, അരയാലിലയാണെന്ന് പറഞ്ഞേ. അവസാനം വരച്ചു വന്നപ്പോ ഇങ്ങനെയായി. ഓ അങ്ങനെ. സാരല്ലേ, അടിയിൽ എഴുതി ഒന്ന് ഒട്ടിച്ചു വെച്ചാ മതി, ഇത് ഹരിയുടെ ആരിലയാണെന്ന്. ഈ കാപ്പി മുരളിക്ക് കൊടുക്ക്. കൊടുക്ക്. ആഹാ, എന്തൊരു കാഴ്ച, എന്തൊരു ഐശ്വര്യം. സത്യം, എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നതല്ല ഒരു ഐശ്വര്യമാണ്.
സാധാരണ പറയുന്നത് സ്ത്രീ ഓരോ വീടിനും വിളക്കാണെന്നതാ. 3-4 സ്ത്രീകൾ വന്നപ്പോ 3-4 വിളക്കൾ കൊടുത്ത ഐശ്വര്യമാണ് ഇന്ന് ഈ വീട്ടിൽ. ഐശ്വര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഈ ഐശ്വര്യ കൂടുതൽ കാരണം അടുക്കളയിൽ പുഷ്പൻ ചേട്ടന്റെ പണി പോയാൽ ആരെയും കുറ്റം പറയരുത്. അയ്യോ, എന്റെ പണി പോയാലും വേണ്ടില്ല. ഈ വീട്ടിൽ മേൽക്കുമേൽ ഐശ്വര്യമെന്ന് നിറയണം, അതാണ് എന്റെ ആഗ്രഹവും. പുഷ്പം ചേട്ട ഇല്ലാതെ ഈ വീട്ടിൽ എന്ത് ഐശ്വര്യം? ഏത് ഐശ്വര്യം ഉണ്ടായാലും അതിന് മുകളിൽ വെക്കുന്ന കൊച്ചു ഗണപതിയാ നമ്മുടെ പുഷ്പം ചേട്ടൻ. ഗണപതിയും മുരുകനൊക്കെ ആക്കുന്നത് കൊള്ളാം, പക്ഷേ രാവിലെ ഇത്രയും പേർക്ക് ഒരുമിച്ച് വെച്ച് വിളമ്പാനുള്ള 5-6 തൃക്കൈകളൊന്നും എനിക്കില്ല. സ്ത്രീകൾ എല്ലാരും കൂടെ വന്നൊന്ന് സഹായിച്ചാലേ വല്ലതും വയറ്റിലേക്ക് പോകൂ. അല്ലെങ്കിലേ എല്ലാരും കൂടെ ഇവിടെ കോല വിട്ടോണ്ടിരുന്നോളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം 3 മണിക്ക് കഴിക്കാം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അയ്യോ, പുഷ്പൻ ചേട്ടോ ചതിക്കല്ലേ. ഓ, ഓ. ചായ. മേഘന ഇവിടെ എഴുന്നേറ്റില്ലേ? എവിടെ നിന്ന്? അതേ കസേരയിൽ അവിടെ തന്നെ ഇരിപ്പുണ്ട്. രാധ എന്ന ഒറ്റ വിചാരവും മന്ത്രവും മാത്രം. ഇങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് സമാധിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അതിനു മുമ്പ് ഞാൻ ഒരു ചായ കൊണ്ട് കൊടുക്കാം. ബോധമുണ്ടേ കുടിക്കട്ടെ, അത്ര തന്നെ. മനുഷ്യനായ ഒരു വകതിരൊക്കെ വേണ്ടേ? ഇന്നലെ തുടങ്ങിയ മുടിയാണ്. സാറേ, 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 ദേ സാറ് എണീച്ചേ. നേരം പുലർന്ന സമയം ഒരുപാടായി. നേരം പുലർന്നു. ആര് പറഞ്ഞു നേരത്തോട് പുലരാ? മേഘ, ഇങ്ങനെ ഇരുന്ന് നശിക്കാതെ ഉശിരോടെ തന്റെ ഇടത്തോടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നോക്ക്. ആ പെണ്ണിന്റെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ കുടിച്ച് നശിക്കാതെ. ഒരു മനുഷ്യന്റെ എല്ലാ കഴിവും മുരടിപ്പിക്കുന്ന ഈ നശിച്ച കുടി അവസാനിപ്പിച്ചാലേ നീ നന്നാവൂ. എനിക്ക് നന്നാവണ്ടമ്മേ, നശിച്ചാ മതി. എല്ലാരും നന്നാവാൻ ശ്രമിക്കുമ്പോ ഒരാളെങ്കിലും നശിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ലേ? എന്റെ സാറേ, രാവിലെ തന്നെ ഇങ്ങനെ തക്കൂത്തരം പറയാതെ ഈ ചായ കൊണ്ട് കുടിച്ചാട്ടെ. വല്ലാത്തൊരു തലവേദന, ആകെ കൂടി ഒരു വല്ലായ്മ. മനസ്സ് നേരെ നിൽക്കുന്നില്ല മണിച്ച. എനിക്ക് വേണ്ട ചായ. എന്റെ സാറേ, സാറിങ്ങനെ രാധ രാധ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നുണ്ടാ മനസ്സ് നേരെ നിൽക്കാത്തത്. സാർ എണീറ്റ് ഒന്ന് കുളിച്ച് പുറത്തിറങ്ങി സർക്കിട്ട് കടിച്ചിട്ട് വന്നാട്ടെ, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവില്ല. രാധ ഒരു ചിന്ത മാത്രമല്ല മണിച്ച, മേഘനാഥന്റെ സ്വപ്നവും ലക്ഷ്യവും അവള് മാത്രമാ. അവളെത്തിയാൽ മാത്രമേ എൻ്റെ മനസ്സ് നേരെ നിൽക്കൂ.
അതുവരെ എന്റെ മനസ്സിങ്ങനെ ചാഞ്ചാടി നിൽക്കും. ആ ചാഞ്ചാട്ടം ഒന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയാൻ മണിച്ചന്. അല്ലാതെ ചായ കുടിച്ചാലൊന്നും മാറില്ല മണിച്ച. ആ ഒരു വഴിയുണ്ട് സാറേ. അന്ന് സാറിന് സുഖമില്ലാതിരുന്ന സമയത്ത് ബാസി ഒരു പയ്യൻസിനെ കൊണ്ടുവന്നില്ല. അന്ന് സാറിന്റെ മുഖത്ത് 500 വാട്ട്സ് ബൾബിന്റെ പ്രകാശം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ പയ്യൻസിനെ ഒന്നുകൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? ഒരൊറ്റ ദിവസം കൊണ്ട് സാറിന്റെ അസുഖം മാറ്റിയെടുത്താൽ വിചാരിച്ചിട്ടല്ലേ 5 നിമിഷം കൊണ്ട് സാറിന്റെ തലവേദന മാറ്റിയെടുക്കും.